ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 13 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. അധിഷ്ഠാനം തഥാ കർത്താ കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. തഥാ അത്ര, അപ്രകാരം ഇവിടെ അധിഷ്ഠാനം, ജീവാത്മാവിന് കർമ്മങ്ങൾ ചെയ്യുവാൻ ആശ്രയമായ ശരീരം, അതായത് ഒരു ബേസ് വേണമല്ലോ കർമ്മങ്ങൾ ചെയ്യുവാൻ. അങ്ങനെ ജീവാത്മാവിന് കർമ്മങ്ങൾ ചെയ്യുവാൻ ആശ്രയമായ ഈ ശരീരം ആണ് അധിഷ്ഠാനം. കർത്താവ്, അതായത് ശരീരം ചെയ്യുന്ന കർമ്മങ്ങളുടെ കർത്താവായ ജീവാത്മാവാണ് കർത്താവ്. പൃഗ്വിധം കരണം ച, പല വിധത്തിലുള്ള കരണങ്ങൾ അഥവാ ഉപകരണങ്ങൾ. ശരീരത്തിൻ്റെ ഉപകരണങ്ങളെന്ന് പറയുമ്പോൾ അത് ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും, ഇതെല്ലാം ചേർന്ന ഇന്ദ്രിയങ്ങൾ. അതാണ് ഈ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള കരണങ്ങൾ, ഉപകരണങ്ങൾ. അടുത്ത വിവിധ പൃഥക് ചേഷ്ടാച, ഈ ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ. ചേഷ്ടകൾ എന്ന് പറഞ്ഞാൽ ശരീരം ചെയ്യുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ അനുഷ്ഠിക്കുന്ന ചേഷ്ടകൾ, ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. പഞ്ചമം, 5-ാമത് ദൈവം ചയേവ, പരമാത്മാവ്, ദൈവം അഥവാ ഈശ്വരേച്ഛ. ഇവയാണ് സർവകർമ്മങ്ങൾക്കുമുള്ള 5 ഘടകങ്ങൾ. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, സകല കർമ്മങ്ങൾക്കും അടിസ്ഥാനമായ അഥവാ പ്രേരകമായ 5 ഘടകങ്ങളുണ്ട്, 5 കാരണങ്ങളുണ്ട്. ഒരു കർമ്മം ചെയ്യുവാനും അതിനെ വിജയത്തിലെത്തിക്കുവാനും ഈ ഘടകങ്ങൾ 5നെയും കണക്കിലെടുക്കണം. അതേതൊക്കെയാണ് 5 ഘടകങ്ങൾ എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. ഇപ്പോൾ ആ 5 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്രകാരം ഇവിടെ ജീവാത്മാവിന് കർമ്മങ്ങൾ ചെയ്യുവാൻ ഒരു ബേസ് വേണം, ഒരടിസ്ഥാനം വേണം, അധിഷ്ഠാനം വേണം. അപ്പോൾ ജീവാത്മാവിന് കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ബേസാണ് അഥവാ അധിഷ്ഠാനമാണ് ശരീരം. അപ്പോൾ ഈ 5 ഘടകങ്ങളിൽ ഒന്നാണ് ശരീരം, അതായത് കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആശ്രയമായിട്ടുള്ള ആ അടിസ്ഥാനം. അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തേത് കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന വ്യക്തി. ഇവിടെ ശരീരം ചെയ്യുന്ന കർമ്മങ്ങൾ, ശരീരത്തിലൂടെ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ്? ജീവാത്മാവാണ്. അപ്പോൾ ഇവിടെ പ്രവർത്തികളുടെ കർത്താവ് എന്ന് പറയുന്നത്, കർമ്മങ്ങളുടെ കർത്താവ് എന്ന് പറയുന്നത് ജീവാത്മാവാണ്, ശരീരത്തിൽ വസിക്കുന്ന ജീവാത്മാവാണ്. മൂന്നാമത് പൃഗ്വിധം കരണം ച, അതായത് പല വിധത്തിലുള്ള കരണങ്ങൾ, ഉപകരണങ്ങൾ. ശരീരം പല വിധത്തിലുള്ള ഉപകരണങ്ങൾ വഴിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ഉപകരണങ്ങളെന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഇവയെല്ലാം ചേർന്ന മനസ്സും എല്ലാം ചേർന്ന ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങൾ വഴിയാണ്
ശരീരം കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഘടകം ഇന്ദ്രിയങ്ങൾ. അടുത്തത് വിവിധ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളിലൂടെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടകൾ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ, അതാണ് നാലാമത്തെ ഘടകം. അഞ്ചാമത്തെ ഘടകം ഈശ്വരൻ, പരമാത്മാവ് അഥവാ ഈശ്വരേച്ഛ. അപ്പോൾ ശരീരവും ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ഈ കർമ്മങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആ കർമ്മം ഫലവത്താകണമെങ്കിൽ, പൂർത്തീകരണമാവണമെങ്കിൽ അതിന് ഈശ്വരേച്ഛയും കൂടി വേണം. ഈശ്വരേച്ഛയില്ലാതെ ഒരു കർമ്മങ്ങളും ലോകത്തിൽ നടക്കുന്നില്ല. അപ്പോൾ അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈശ്വരേച്ഛയാണ്, അഥവാ പരമാത്മാവാണ്. ഇതാണ് ഓരോ കർമ്മങ്ങൾക്കും അടിസ്ഥാനമായ അഥവാ പ്രേരകമായ 5 ഘടകങ്ങൾ. ഇതാണ് ഭഗവാൻ പറയുന്നത്. അധിഷ്ഠാനം എന്നാൽ ബേസ്, ഒരു നിലപാട്, തറ എന്നൊക്കെ പറയുന്ന പോലെ ഈ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു ബേസ്, അടിസ്ഥാനം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു അധിഷ്ഠാനമാണ് ശരീരം. ശരീരം എന്ന് പറയുന്ന ആ ഉപാധി, അതാണ് ഒന്നാമത്തെ ഘടകം, കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ഒന്നാമത്തെ ഘടകം. ജീവാത്മാവിന് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അധിവസിക്കുവാൻ ഒരു ശരീരം ആവശ്യമാണ്. അപ്പോൾ ആ ശരീരമാണ് അധിഷ്ഠാനമായിട്ടുള്ളത്, ഒന്നാമത്തെ ഘടകം. അപ്പോൾ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന കർത്താവ് ജീവാത്മാവാണ്. ശരീരം ഒരു അടിസ്ഥാന ഘടകം, അതിൽ വസിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ജീവാത്മാവാണ്. അപ്പോൾ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ജീവാത്മാവാണ്. ഒന്നാമത്തെ ഘടകം ശരീരം, രണ്ടാമത്തെ ഘടകം ജീവാത്മാവ്. ഈ ജീവാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുക? ശരീരത്തിലുള്ള പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങളാണ് മൂന്നാമത്തെ ഘടകം. ശരീരസ്ഥനായ ജീവാത്മാവ് കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. വാസ്തവത്തിൽ ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ജീവാത്മാവും പരമാത്മാവും ഒരു സാക്ഷി രൂപത്തിലാണ് വർത്തിക്കുന്നത്. ജീവാത്മാവ് കർത്താവാണ് എന്ന് പറയുമ്പോൾ, അതായത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, വാസ്തവത്തിൽ ജീവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന മനോ, ബുദ്ധി, അഹങ്കാരങ്ങൾ ആണ് കർമ്മപ്രേരകമായിട്ടുള്ളത്. ആത്മാവ് യഥാർത്ഥത്തിൽ ഒരു നിഷ്ക്രിയനാണ്, ഒരു സാക്ഷിഭാവത്തിലാണ്. എങ്കിലും നമ്മൾ ജീവാത്മാവാണ് കർത്താവ് എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങളാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞു. ഈ ഇന്ദ്രിയങ്ങൾ വഴി നടത്തപ്പെടുന്ന പ്രവർത്തികൾ, ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന ചേഷ്ടകൾ, അതായത് പ്രവർത്തികൾ, കർമ്മങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വഴി ചെയ്യുന്ന ഈ കർമ്മങ്ങളാണ് നാലാമത്തെ ഘടകം. ഇനി ഇവയെല്ലാം നടക്കണമെങ്കിൽ ഈശ്വരേച്ഛ ആവശ്യമാണ്. പരമാത്മാവിൻ്റെ ഇച്ഛയുണ്ടെങ്കിലേ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവാത്മാവ് ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് പരമാത്മചൈതന്യം. ഇവയെല്ലാം, ഈ കർമ്മങ്ങളെല്ലാം സാക്ഷി രൂപത്തിൽ നിരീക്ഷിക്കുന്ന പരമാത്മചൈതന്യം അഥവാ ഈശ്വരേച്ഛ. അപ്പോൾ ഈ പരമാത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് സകല കർമ്മങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഭഗവാൻ പറയുന്ന 5 ഘടകങ്ങൾ. സകല കർമ്മങ്ങളുടെയും അടിസ്ഥാനമായ 5 ഘടകങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, കർമ്മം ചെയ്യുവാൻ ആവശ്യമായ ഒരു ശരീരം, ഒരു ബേസ്, ഒരു അടിസ്ഥാന ഘടകമായ ശരീരം. പിന്നെയോ ആ ശരീരത്തിലിരുന്ന് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ജീവാത്മാവ്, ഈ കർമ്മങ്ങളുടെ എല്ലാം കർത്താവായ ജീവാത്മാവ്, അത് രണ്ടാമത്തെ ഘടകം.
പിന്നെയോ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ശരീരത്തിലെ ഉള്ള ഇന്ദ്രിയങ്ങൾ വഴി, ഈ ഉപകരണങ്ങൾ വഴിയാണ്. ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങൾ, ഈ കർമ്മം ചെയ്യുവാൻ ഉള്ള ഉപാധികൾ, ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങളാണ് മൂന്നാമത്തെ ഘടകം. നാലാമത്തെ ഘടകം ആ കർമ്മങ്ങൾ, യഥാർത്ഥത്തിലുള്ള ആ പ്രവൃത്തി, ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന ചേഷ്ടകൾ, അതാണ് നാലാമത്തെ ഘടകം. അഞ്ചാമത്തെ ഘടകം ഇതിനെയെല്ലാം സാക്ഷിരൂപത്തിൽ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരമാത്മാവ് അഥവാ ഈശ്വരേച്ഛ. ഇങ്ങനെ 5 ഘടകങ്ങൾ ഈ ലോകത്തിലെ സകല കർമ്മങ്ങൾക്കും അടിസ്ഥാനമായ, പ്രേരകമായ 5 ഘടകങ്ങളുണ്ട്. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.